നമസ്കാരം. പ്രധാന വാർത്തകൾ. തകർത്തെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ട ആദംപൂർ വ്യോമതാവളത്തിലെത്തി പ്രധാനമന്ത്രി. പാകിസ്ഥാൻ ഭീകരരെ വീട്ടിൽ കയറി വകവരുത്തുമെന്ന് മുന്നറിയിപ്പ്. जब हमारी बहनों बेटियों का सिंदूर छीना गया तो हमने आतंकियों के धन को उनके घर में घुस के कुचल दिया. ഭീകരരും അവരെ പിന്തുണയ്ക്കുന്ന സർക്കാരുകളും ഇന്ത്യക്ക് ഒരുപോലെയെന്ന് മോദി. പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്ത TRFന്റെ കമാൻഡറെ വധിച്ച സുരക്ഷാ സേന. ഷോപ്പിയാനിലെ ഏറ്റുമുട്ടലിൽ മറ്റ് 2 ഭീകരരെ കൂടി വധിച്ചു. പഹൽഗാം ഭീകരർക്കായി ലുക്കൌട്ട് നോട്ടീസ്. വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ ഇനാം. ഇന്ത്യൻ ആക്രമണങ്ങളിൽ 11 സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ. ഡൊണാൾഡ് ട്രംപിനെ തള്ളി ഇന്ത്യ. വെടിനിർത്തലിന് ആരും മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. കശ്മീരിൽ 3ാം കക്ഷിയെ അനുവദിക്കില്ല. അമേരിക്കയുമായുള്ള സംഭാഷണത്തിൽ വ്യാപാരം ചർച്ചയായില്ലെന്നും വിദേശകാര്യ വക്താവ്. വെടിനിർത്തലിൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് കോൺഗ്രസ്. ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണം. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണ്ടെന്ന ഇന്ത്യ സഖ്യകക്ഷി NCP. ആണവായുധ പ്രയോഗത്തിന് തുനിഞ്ഞാൽ പാകിസ്ഥാൻ ഭസ്മമാകുമെന്ന് ശശി തരൂർ. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം. മർദ്ദിച്ചത് സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ്. നീ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിക്കുന്നത്. അടിച്ച് അതിന് താഴെ വീണു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു. അഭിഭാഷകനെ സസ്പെൻഡ് ചെയ്ത് ബാർ അസോസിയേഷൻ. ആവശ്യമായ നിയമസഹായം നൽകുമെന്നും സംഘടന. നന്ദൻകോട് കൂട്ടക്കൊലയിൽ കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയും ശിക്ഷ. വീട് കത്തിച്ചതിന് 7 വർഷവും തെളിവ് നശിപ്പിച്ചതിന് 5 വർഷവും തടവ്. പിഴത്തുക സാക്ഷിയായ അമ്മാവന് നൽകണമെന്ന് കോടതി. വിധി സ്വാഗതാർഹമെന്ന് പ്രോസിക്യൂഷൻ. പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിൽ 9 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. ഇരകളായ 8 യുവതികൾക്ക് 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ശിക്ഷ വിധിച്ചത് കോയമ്പത്തൂർ മഹിളാ കോടതി. നാടിനെ നടുക്കിയ പീഡന പരമ്പരയിൽ ഇരകളായത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ യുവ ഡോക്ടർ വരെ. പഞ്ചാബിലെ അമൃത്സറിൽ വിഷമദ്യം കഴിച്ച് 15 മരണം. 6 പേർ ഗുരുതരാവസ്ഥയിൽ. വിതരണക്കാർ ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് പഞ്ചാബ് പോലീസ്. CBSE 10-12 പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.66%, 12ൽ 88.39% വിജയം. 10ാം ക്ലാസ്സിൽ തിരുവനന്തപുരം മേഖല രാജ്യത്ത് ഒന്നാമത്. 12ാം ക്ലാസ് ഫലത്തിൽ 2ാം സ്ഥാനം. സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തും. ഈ മാസം 27-ന് കാലവർഷം പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തീവ്രവാദികളെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി. ആണവായുധം പ്രയോഗിക്കുമെന്ന പാക് ഭീഷണിയെ വിലവെക്കില്ല. പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർ ചരിത്രം സൃഷ്ടിച്ചു എന്ന് വ്യക്തമാക്കി. പഞ്ചാബിലെ ആദംപൂർ വ്യോമസേനാ കേന്ദ്രത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം വ്യക്തമാക്കി. ഇന്ത്യ ഒരു ആണവ ഭീഷണിയും വെച്ചുപൊറുപ്പിക്കില്ല. ഭീകരതയെയും അതിന്റെ സ്പോൺസർമാരെയും വേർതിരിക്കില്ല. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സിദ്ധാന്തത്തിന് ഓപ്പറേഷൻ സിന്ദൂർ പുതിയ നിർവചനം നൽകിയെന്നും പ്രധാനമന്ത്രി. ऑपरेशन सिंदूर से आपने देश का आत्मबल बढ़ाया है, देश को
एकता के सूत्र में बांधा है और आपने भारत की सीमाओं की रक्षा की है। भारत के स्वाभिमान को नई ऊंचाई दी है। ഭാരത് മാതാ കി ജയ് എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, ഭാരതമാതാവിന്റെ അഭിമാനത്തിനും അന്തസ്സിനും വേണ്ടി ജീവൻ പണയപ്പെടുത്തുമെന്ന പ്രതിജ്ഞയാണ്. ഭീകരരുടെ കേന്ദ്രങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും പതിക്കുമ്പോൾ എതിരാളികൾ ഭാരത് മാതാ കി ജയ് എന്ന് കേൾക്കുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളും വ്യോമതാവളങ്ങളും മാത്രമല്ല നശിപ്പിക്കപ്പെട്ടത്, അവരുടെ പദ്ധതികളും ആത്മവിശ്വാസവും തകർത്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന്റെ പ്രതിധ്വനികൾ ലോകമെമ്പാടും കേൾക്കാമെന്നും പ്രധാനമന്ത്രി. आज ऑपरेशन सिंदूर की गूंज हर कोने में सुनाई दे रही है. ആദംപൂരിൽ ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം നശിപ്പിച്ചതായി പാകിസ്ഥാൻ വ്യാജ പ്രചാരണം നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. S-400ന്റെ പശ്ചാത്തലത്തിൽ സല്യൂട്ട് ചെയ്യുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് പാകിസ്ഥാന്റെ പ്രചാരണം തെളിവ് സഹിതം പൊളിച്ചു നരേന്ദ്രമോദി. ധൈര്യം, ദൃഢനിശ്ചയം, നിർഭയത്വം എന്നിവയുടെ പ്രതീകമായ സൈനികർക്കൊപ്പം ചേരാൻ കഴിഞ്ഞത് സവിശേഷമായ ഒരു അനുഭവമെന്നും എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ആക്രമണം നടത്തിയ തീവ്രവാദ ഗ്രൂപ്പായ TRFന്റെ തലവൻ ഷാഹിദ് കൂട്ടായെ സൈന്യം വധിച്ചു. ജമ്മു കാശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഷാഹിദ് കൂട്ടായി ഉൾപ്പെടെ 3 ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടത്. 3 AK-47 റൈഫിളുകളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ പറ്റി വിവരങ്ങൾ നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുള്ള പോസ്റ്ററുകളും ഷോപ്പിയാനിൽ പതിച്ചു. പെഹൽഗാം തീവ്രവാദ ആക്രമണം നടത്തിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഓപ്പറേഷൻസ് കമാൻഡർ ഷാഹിദ് കുട്ടായെ സൈന്യം വകവരുത്തി. ലഷ്കർ ഇ തൈബയുടെ അനുബന്ധ സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. ഓപ്പറേഷൻ കെല്ലറിൽ മറ്റ് 2 തീവ്രവാദികളെ കൂടി വെടിവെച്ചു കൊന്നു. രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഭീകരർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചത്. സിൻപദർ കെല്ലറിൽ നടന്ന വെടിവെപ്പിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 2ാമത്തെ ഭീകരനെയും തിരിച്ചറിഞ്ഞു. ഷോപ്പിയാൻ സ്വദേശി അദ്നാൻ ഷാഫി. ഓപ്പറേഷനിടയിൽ തീവ്രവാദികൾ വെടിയുതിർത്തു. സൈന്യം തിരിച്ചടിച്ചു. ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. 2023-ൽ ലഷ്കറിൽ ചേർന്ന ഷാഹിദ് കുട്ടായി കഴിഞ്ഞ ഏപ്രിൽ 8-ന് ഡാനിഷ് റിസോർട്ടിൽ നടന്ന വെടിവെപ്പിൽ ഉൾപ്പെട്ടിരുന്നു. 2 ജർമ്മൻ വിനോദസഞ്ചാരികൾക്കും 1 ഡ്രൈവർക്കും അന്ന് പരിക്കേറ്റു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഷോപ്പിയാനിലെ ഹിർപോറയിൽ ഒരു BJP സർപഞ്ചിനെ കൊലപ്പെടുത്തിയതിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായിരുന്നു. അദ്നാൻ ഷാഫി കഴിഞ്ഞ വർഷമാണ് ഭീകര സംഘടനയിൽ ചേർന്നത്. ഷോപ്പിയാനിലെ വാച്ചിയിൽ ഒരു തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട പാകിസ്ഥാനികളായ ആദിൽ ഹുസൈൻ തോക്കർ, അലിബായ്, ഷാഹിം മൂസ എന്നിവരുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകൾ സുരക്ഷാ ഏജൻസികൾ ഷോപ്പിയാനിൽ പതിച്ചു. തീവ്രവാദരഹിത കശ്മീർ എന്ന് ഉദ്ഘോഷിക്കുന്ന പോസ്റ്ററുകൾ ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും വ്യക്തമാക്കുന്നു. ഷോപ്പിയാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പോസ്റ്ററുകളിൽ വിവരം നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ ആക്രമണങ്ങളിൽ സൈനികർ കൊല്ലപ്പെട്ടതായി സമ്മതിച്ച് പാകിസ്ഥാൻ. പാക് സേനയിലെ 11 പേർ മരിച്ചുവെന്നും 78 പേർക്ക് പരിക്കേറ്റുവെന്നും ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് സ്ഥിരീകരിച്ചു. അതോടൊപ്പം ഇന്ത്യക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾ തുടരുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 11 സൈനികർ മരിച്ചു എന്ന് വൈകിയെങ്കിലും സമ്മതിക്കേണ്ടി വന്നു പാകിസ്ഥാന്. 78 പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. നായിക് അബ്ദുൾ റഹ്മാൻ, ലാൻസ് നായിക് ദിലാവർ ഖാൻ, ലാൻസ് നായിക് ഇക്രമുള്ള, ലാൻസ് നായക് വക്കർ ഖാലിദ്, ഷിബായ് മുഹമ്മദ് അദീൽ അക്ബർ, ഷിബായ് നിസാർ എന്നീ കരസേനാ ഉദ്യോഗസ്ഥരാണ് മരിച്ചത്. മരിച്ച വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ പട്ടികയും പാകിസ്ഥാൻ പുറത്തുവിട്ടു. സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ്, ചീഫ് ടെക്നീഷ്യൻ ഔറംഗസേബ്, സീനിയർ ടെക്നീഷ്യൻ നജീബ്, കോർപ്പറൽ ടെക്നീഷ്യൻ ഫാറൂഖ്, സീനിയർ ടെക്നീഷ്യൻ മുബാഷിർ എന്നിവരുടെ പേരുകളാണ് പുറത്തുവിട്ടത്. 40ഓളം പാക് സൈനികർ ആക്രമണത്തിൽ മരിച്ചു എന്നാണ് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുവിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്. ഇതിനിടയിലും പരാജയം മറച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് പാകിസ്ഥാൻ തുടരുന്നത്. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും വെടിക്കോപ്പുകളെയും ലക്ഷ്യമിട്ട് ആക്രമണം തങ്ങൾ നടത്തിയെന്ന അവകാശവാദം ഉന്നയിച്ച് ഇന്ന് രംഗത്തെത്തിയത് ഇൻഫർമേഷൻ മന്ത്രി അതാവുള്ള തരാറാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യ വകവരുത്തിയ തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിന് നേതൃത്വം നൽകിയ ഭീകരൻ ഹാഫിസ് അബ്ദുൾ റൌഫിനെ തുടർച്ചയായി ന്യായീകരിക്കുകയാണ് പാകിസ്ഥാൻ. റൌഫ് ഒരു മതവിശ്വാസിയും സാധാരണ കുടുംബനാഥനുമാണ് എന്നാണ് പ്രചരണം. അതേസമയം ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയുടെ അറിയപ്പെടുന്ന മുതിർന്ന അംഗമാണ് റൌഫ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ നേരത്തെ പുറത്തുവന്നതാണ്.
ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് US ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് അബ്ദുൾ റൌഫാണെന്ന വാദം പാകിസ്ഥാൻ സൈന്യം നിഷേധിച്ചു. ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി തീവ്രവാദിയെ വെള്ളപൂശാൻ രംഗത്ത് നേരിട്ടെത്തി. മുറിത്കയിൽ നടന്ന ശവസംസ്കാര ചടങ്ങിന്റെ ചിത്രങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് പുതിയ വിശദീകരണം. റൌഫിന്റെ ദേശീയ തിരിച്ചറിയൽ കാർഡ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ പ്രദർശിപ്പിച്ചു. അതിൽ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗിന്റെ ക്ഷേമ വിഭാഗം തലവനായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ പുറത്തുവിട്ട വിശദാംശങ്ങൾ US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉപരോധ പട്ടികയിലെ രേഖകളുമായി പൊരുത്തപ്പെടുന്നതാണ്. US-ഉം ഐക്യരാഷ്ട്രസഭയും തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തൈബയുടെ ഭാഗമായ ഹലാഫ് ഇ ഇൻസാനിയത്ത് ഫൗണ്ടേഷന്റെ തലവനാണ് റൌഫ്. റൌഫ് ലഷ്കർ ഇ തൈബയുടെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2003-ൽ പബ്ലിക് സർവീസ് ഡയറക്ടറായും 2008-ൽ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ഡയറക്ടറായും പ്രവർത്തിച്ചു. മെയ് 8-ന് നടന്ന സംസ്കാര ചടങ്ങ് ഒരു സാധാരണ പരിപാടിയായിരുന്നില്ല. ദേശീയ പതാകയിലാണ് ശവപ്പെട്ടികൾ പൊതിഞ്ഞത്. റൌഫിന് പിന്നിൽ സൈനിക ഉദ്യോഗസ്ഥർ. സംഭവസ്ഥലത്തെ ഔദ്യോഗിക സുരക്ഷ ചിത്രങ്ങളിൽ വ്യക്തമായിരുന്നു. പാകിസ്ഥാനിലെ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ ഷാ, മേജർ ജനറൽ റാവു ഇമ്രാൻ സർതാജ്, ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഖാൻ ഷബീർ, പാകിസ്ഥാൻ പഞ്ചാബ് പോലീസ് IG ഡോക്ടർ ഉസ്മാൻ അൻവർ, പ്രവിശ്യ MLA മാലിക് സൊഹൈബ് അഹമ്മദ് ബൈർത്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പഞ്ചാബ് ഫിറോസ്പൂരിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുഖീന്ദർ കൌറിനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിലാണ് പഞ്ചാബ് സ്വദേശിയായ സുഖീന്ദർ കൌറിന് പരിക്കേറ്റത്. പാകിസ്ഥാൻ അയച്ച ഡ്രോൺ വീടിന് മുകളിലേക്ക് വീണായിരുന്നു അപകടം. വീട്ടിലുണ്ടായിരുന്ന മറ്റ് 2 പേർക്കും പരിക്കേറ്റിരുന്നു. അതിർത്തിയിലെ വെടിനിർത്തലിൽ രാഷ്ട്രീയ വിവാദം കടുപ്പിച്ച് കോൺഗ്രസ്. വെടിനിർത്തലിന് കാരണമായത് വ്യാപാര നയതന്ത്രമാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ നരേന്ദ്രമോദി മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ നിഷ്പക്ഷ വേദി ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു എന്നും US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചോ എന്നും മോദി വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ വിവിധ പാർട്ടി നേതാക്കളുടെ യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ സംബന്ധിച്ച വിവാദത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കോൺഗ്രസ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷം തന്റെ ഭരണകൂടം അവസാനിപ്പിച്ചതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. സംഘർഷം അവസാനിപ്പിച്ചാൽ ഇരു രാജ്യങ്ങളുമായും അമേരിക്ക കൂടുതൽ വ്യാപാരം നടത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു ട്രംപിന്റെ പരാമർശം. ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നത്. നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളിലെല്ലാം പ്രധാനമന്ത്രി മൗനം പാലിച്ചെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മാത്രമല്ല, സംഘർഷത്തിൽ US മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടോ? ഒരു നിഷ്പക്ഷ സ്ഥലത്ത് പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ ഇന്ത്യ സമ്മതിച്ചോ എന്നും മോദി വ്യക്തമാക്കണം. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഒരു യോഗം പ്രധാനമന്ത്രി വിളിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. राष्ट्रपति ट्रंप घोषणा कर रहे हैं कि भारत और पाकिस्तान के बीच में वार्तालाप होगा और तीसरे जगह में वार्तालाप होगा, न्यूट्रल साइट में वार्तालाप होगा. इस पर इसकी सच्चाई क्या है? क्या कोई रिश्ता है यहाँ युद्ध रोकने का? और भारत के साथ अमेरिका के साथ हमारा जो निर्यात जा रहा है वो और भी बढ़ेगा. വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെത്താൻ ട്രംപ് ഇടനില നിന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് മധ്യസ്ഥത നടത്തിയതെന്ന് പറയണം. ഡൊണാൾഡ് ട്രംപ് കശ്മീരിനെ കുറിച്ച് പറഞ്ഞതിന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇന്ത്യ പാക് സംഘർഷത്തിൽ രാജ്യത്തിന്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതിനു പുറമെ ഒരു കൂട്ടായ പരിഹാരത്തിന്റെ ആവശ്യകതയുമുണ്ട്. അതിനാൽ പ്രധാനമന്ത്രി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകണമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. एक व्यक्ति के बयानों पर कुछ नहीं कहूंगा, पर मैं जरूर ये कहूंगा कि सारी विपक्ष पार्टियां चाहती हैं कि सर्वदलीय बैठक हो, प्रधानमंत्री मौजूद हो और सुने प्रधानमंत्री और सवालों को जवाब दे, और एक विशेष पार्लियामेंट का सत्र भी बुलाना चाहिए. ये हमारी मांग है. सिर्फ कांग्रेस पार्टी की मांग नहीं है, विपक्ष की पार्टियों की मांग है. दोनों मांग. ഇതിനു മുൻപ് നടന്ന 2 സർവകക്ഷി യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ കത്ത് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കേണ്ടതില്ലെന്ന് ശരത് പവാർ.
ദേശീയ പ്രാധാന്യമുള്ള ഗൌരവമേറിയ വിഷയങ്ങൾ പാർലമെന്റിൽ പരസ്യമായി ചർച്ച ചെയ്യരുത്. വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ശരത് പവാർ ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് എന്നിവരുടെ ആവശ്യത്തിന് പിന്നാലെയാണ് പവാറിന്റെ പ്രതികരണം. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ ശരത് പവാർ എതിർപ്പും പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെടാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ ഏക പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തവും 15 ലക്ഷം രൂപ പിഴയും 4 കൊലപാതകങ്ങൾക്കായി 26 വർഷം തടവ് അനുഭവിക്കണം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 4 കൊലപാതകങ്ങൾക്ക് കൂടി ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും. പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കണം. വീട് തീവച്ചതിനും തെളിവ് നശിപ്പിച്ചതിനുമായി 12 വർഷത്തെ തടവ് ശിക്ഷ. 12 വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിച്ച ശേഷമേ ജീവപര്യന്തം തുടങ്ങുകയുള്ളൂ. 30 വർഷത്തോളം കേതലിനെ ജയിലിൽ കിടക്കേണ്ടി വരും. കോടതി വിധിച്ച 15 ലക്ഷം രൂപ പിഴ അമ്മാവൻ ജോസിനാണ് നൽകേണ്ടത്. പ്രതി കൊലപാതകങ്ങൾ നടത്തിയത് മാനസിക പ്രശ്നങ്ങളെ തുടർന്നല്ലെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തനെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ. കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഒരു കോൺസിക്വൻസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്നുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ളതും ഏകദേശം ഒരു 6-7 തവണയായിട്ട് ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അവിടുന്ന് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും അതൊരു വാസ്തവമാണ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നും കമ്മ്യൂട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് കേതൽ തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കഴിയും. പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഉന്നതോദ്യോഗസ്ഥർ ഇതിൻ്റെ പുറകിലുണ്ട്. അവരോടെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഇത് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരിക്കും. പ്രതിയുടെ സാഹചര്യം, പ്രായം, അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ വരുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചതെന്നും വിധി തൃപ്തികരമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ JK ദിനിൽ. ശിക്ഷ വിധിയിൽ സംതൃപ്തിയാണ്. അതിൻ്റെ പീരീഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അപ്പോൾ അതിൽ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിച്ചു. അപ്പോൾ അതിൽ കോടതി തീരുമാനം അങ്ങനെ വന്നതുകൊണ്ട് അതിൽ സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് ചലഞ്ച് ചോദിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 2017 നടന്ന കേസിനാസ്പദമായ സംഭവത്തിൽ 92 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. വീട്ടുകാരുമായി ഉണ്ടായിരുന്ന ആലോചനമാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്. അച്ഛൻ, അമ്മ, സഹോദരി എന്നിവരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലും ബന്ധുവായ ലളിതയുടെ ശരീരം വെട്ടിനുറുക്കി പോളിത്തീൻ കവറിലാക്കി പുതപ്പുകൊണ്ട് പൊതിഞ്ഞ് പുഴുവരിച്ച നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ദുർമന്ത്രവാദത്തിന്റെ പേരിലായിരുന്നു കൊലപാതകമെന്നായിരുന്നു പ്രതി ആദ്യം നൽകിയ മൊഴി. എന്നാൽ ഇത് തെറ്റാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് നേരെ സീനിയർ അഭിഭാഷകന്റെ മർദ്ദനം. കൈകൊണ്ട് തുടർച്ചയായി മുഖത്തടിക്കുകയായിരുന്നു. ജൂനിയർ അഭിഭാഷകയായ പാറശാല സ്വദേശി ശ്യാമിലിക്കാണ് മർദ്ദനമേറ്റത്. സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ഒളിവിലാണ്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലെ ഓഫീസിൽ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ സീനിയർ ക്രിമിനൽ അഭിഭാഷകനായ ബെയ്ലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. നേരത്തെയും മർദ്ദനമേറ്റിരുന്നതായി പെൺകുട്ടി പറഞ്ഞു. അവിടെ ചെറിയൊരു പ്രശ്നം മതി. അവിടെ എല്ലാവർക്കും അറിയാം ആ കാര്യം. സാർ ഭയങ്കര ഷോർട്ട് ടേം വേർഡ്, അപ്പോൾ അതിൽ ചെയ്യുന്നതാണ്. ഇതും അങ്ങനെ പറ്റിയതാ. സാറ് നിൽക്കെ ഞാൻ ആ ജൂനിയറിനോട്, അതായത് എനിക്ക് സീനിയറാണ്, സാറിന്റെ ജൂനിയർ, ഞാനിങ്ങനെ സംസാരിച്ചു. അതുകൊണ്ടാണ് ആ പ്രൊവോക്കേഷനിൽ തന്നതാണ്. രാവിലെ കേസിന്റെ ആവശ്യം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് തിരികെ ഓഫീസിലെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. ഓഫീസിലുള്ള മറ്റൊരു അഭിഭാഷകയെ താൻ അപമാനിച്ചുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് ശ്യാമിലി പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ബാർ അസോസിയേഷനിൽ നിന്ന് അഭിഭാഷകനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തു. മുൻപ് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. ബാർ അസോസിയേഷന് മുമ്പ് ഈ വിഷയം ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവും. ആ കുട്ടി പറയുകയാണ്. എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക ഈ സസ്പെൻഷൻ അപ്പുറത്തേക്ക്? അന്വേഷണത്തിന്റെ ഭാഗമായി ബാർ അസോസിയേഷൻ എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി ഉണ്ടാവും. ബെയ്ലിൻ ദാസിനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വഞ്ചിയൂർ കോടതിയിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം.
വീണ്ടും വാർത്തയിലേക്ക്. KPCC നേതൃമാറ്റത്തിൽ മതിയായ കൂടിയാലോചന നടന്നില്ലെന്ന അമർഷത്തിൽ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ. KC വേണുഗോപാലിന്റെ വിശ്വസ്തരെ നേതൃനിരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കമാണ് പുനഃസംഘടനയുടെ പേരിൽ നടന്നതെന്നാണ് വിമർശനം. അതേസമയം പുതിയ ഭാരവാഹികളുമായി ഹൈക്കമാൻഡ് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടുനിന്ന് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ K. സുധാകരൻ അതൃപ്തി പരസ്യമാക്കി. KPCC അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നേതാക്കൾ മത്സരിച്ചാണ് ഐക്യാഹ്വാനം നടത്തിയത്. എന്നാൽ ഉള്ളിൽ പ്രശ്നങ്ങൾ തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് തുടർ ചർച്ചകൾ. സമഗ്ര പുനഃസംഘടനയുടെ പേരിൽ ACC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാന കോൺഗ്രസിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലാണ് മുതിർന്ന നേതാക്കൾക്ക്. KC വേണുഗോപാലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ AP അനിൽകുമാറിനെയും യുവ പ്രാതിനിധ്യത്തിന്റെ പേരിൽ ഷാഫി പറമ്പലിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരാക്കിയത് പാർട്ടി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം നിർണായക പദവിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബെന്നി ബെഹന്നാൻ ഒഴിവാക്കപ്പെട്ടു. ഇതിൽ A ഗ്രൂപ്പിനുള്ളിൽ അമർഷം ശക്തമാവുകയാണ്. MM ഹസനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും ഇത് A ഗ്രൂപ്പിനെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്നും നേതാക്കൾ പറയുന്നു. പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ലെങ്കിലും കൺവീനർ സ്ഥാനത്ത് മാറ്റിയതിൽ MM ഹസൻ കടുത്ത അതൃപ്തിയിലാണ്. തന്നെ മുന്നണിയുടെ മുൻ കൺവീനർ എന്ന് വിശേഷിപ്പിക്കരുതെന്ന് സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ ഹസൻ പറഞ്ഞിരുന്നു. നേതൃമാറ്റത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭാരവാഹികൾക്ക് പുറമെ മുൻ അധ്യക്ഷന്മാരെയും ഹൈക്കമാൻഡ് ക്ഷണിച്ചിരുന്നു. എന്നാൽ K. സുധാകരൻ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം തിരുവനന്തപുരത്ത് തുടർന്ന സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങി. പാർട്ടി അധ്യക്ഷനാകുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്ന ആന്റോ ആന്റണിയും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ആന്റോ ഉൾപ്പെടെ 7 MPമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതും നേതൃത്വത്തോടുള്ള വിയോജിപ്പിന്റെ പശ്ചാത്തലത്തിലാണെന്ന ശ്രുതികളുണ്ട്. DCC പുനഃസംഘടനയിലേക്കും വൈകാതെ നേതൃത്വം കടന്നേക്കും. KPCCയുടെ സഹഭാരവാഹികളെയും തീരുമാനിക്കും. അതുകൂടി മുന്നിൽ കണ്ടാണ് ഡൽഹിയിലെ ചർച്ചകളെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. സൗന്ദര്യവർദ്ധക ചികിത്സാ പിഴവിന് ആരോപണം നേരിടുന്ന ക്ലിനിക്കിന്റെ ലൈസൻസ് ആരോഗ്യവകുപ്പ് റദ്ദാക്കി. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും ആരോഗ്യവകുപ്പ് തള്ളി. നീതുവിന് സംഭവിച്ചത് ചികിത്സാ പിഴവല്ലെന്നും ചികിത്സാ അപകടമാണെന്നുമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നിലപാട്. സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ മുടക്കിയ 31കാരി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ക്ലിനിക്കിനെതിരെ ആരോപണം ശക്തമാകുന്നതിനിടെയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് പുതുക്കി നൽകിയത്. വിവാദമായതോടെ ലൈസൻസ് റദ്ദ് ചെയ്തു. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന്റെ എത്തിക്സ് കമ്മിറ്റി തള്ളി. ഉന്നതതല സംഘത്തിന്റെ പരിശോധനയ്ക്കാണ് നിർദ്ദേശം. അതിനിടെ ക്ലിനിക്കിനെ പിന്തുണച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തി. ഈ രോഗിക്ക് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു പാകപ്പിഴ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായ ചികിത്സയും കൃത്യമായ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നീതുവിന്റെ കുടുംബം IMA വാദം പൂർണ്ണമായും തള്ളുകയാണ്. ചികിത്സാ പിഴവുണ്ടെന്ന് കുടുംബം ആവർത്തിക്കുന്നു. ആ കുട്ടി അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വന്നു. അവർ 24 മണിക്കൂർ അവിടെ കിടത്തിയിട്ടില്ല. അതൊരു പിഴവല്ലേ. അവിടെ ആംബുലൻസ് സൗകര്യമില്ല. ഇത് അമൃതരാജ് എന്ന് പറയുന്ന ഒരു യുവാവിനും ഇതേപോലെ ഞങ്ങളെ പോലെയുള്ള അനുഭവം വന്നു. അയാൾ ജീവിച്ചിരിക്കുന്നില്ല, അയാൾ മരിച്ചുപോയി. അപ്പോൾ ഡോക്ടറിന് ഒരു അബദ്ധം പറ്റാം, ഇത് വീണ്ടും അബദ്ധം പറ്റിയിരിക്കുന്നു. ഇവർക്ക് കാര്യം അറിയാമല്ലോ, ഇങ്ങനെ വരുമ്പോൾ തന്നെ അറിയാം ഈ അവസ്ഥയിൽ എത്തുമെന്ന്. അപ്പോൾ സംരക്ഷിച്ചൂടെ, നമ്മളെ കുട്ടിയെ രക്ഷിച്ചൂടെ. സ്വകാര്യ ആശുപത്രി ICUവിൽ തുടരുന്ന നീതു അപകടനില തരണം ചെയ്തിട്ടില്ല. അതിൻ്റെ പുറത്തുള്ള സ്കിന്ന് മൊത്തം ഡെഡായി പോയി, എല്ലാം പോയി. അപ്പോൾ ആ മുറിവിലാണ് ഇപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വച്ചിരിക്കുന്നത്. അത് സക്സസ് ആയാൽ മാത്രമേ നമുക്ക് അപകടനില തരണം ചെയ്തു. ഒരു തുറന്നു വെച്ച മുറിവുമായിട്ട് ഒരാൾക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിക്കാണ് പോലീസ് നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴയടയ്ക്കണമെന്ന വ്യാജ സന്ദേശത്തിലൂടെ സൈബർ തട്ടിപ്പ്. വാട്സ്ആപ്പ് സന്ദേശത്തിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവരുടെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് നിരവധി പേർ ഈ വിധം തട്ടിപ്പിനിരയായി എന്നും ജാഗ്രത പാലിക്കണമെന്നും സൈബർ പോലീസ് പറയും. ഇതെനിക്ക് വാട്സപ്പിൽ പരിവാറിൻ്റെ ഇത് വന്നതാ. അപ്പോൾ ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ കിടത്തപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു APK എന്നൊരു ഫയലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ. അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു. ഇൻസ്റ്റാൾ ചെയ്തതാ.
അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലായിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ഒരു 26,595 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു. 26,000 രൂപ നഷ്ടപ്പെട്ട തൃശൂർ സ്വദേശിയുടെ അനുഭവമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ 100ഓളം പേർ ഇതിനകം തട്ടിപ്പിനിരയായി. വാഹൻ പരിവാഹൻ എന്ന ആപ്പിൽ നിന്നുള്ള സന്ദേശമായാണ് വ്യാജ സന്ദേശം എത്തുക. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ എന്തെന്ന് നോക്കാൻ ആപ്പ് തുറന്നാൽ പണി പാളും. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട്. അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനത്തിൻ്റെ പെറ്റി SMS വഴി മാത്രമേ വരാറുള്ളൂ. വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. തുക തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുകയല്ല രീതി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലും വൈദ്യുതി, കുടിവെള്ള വിതരണത്തിനുള്ള ബിൽ ഇനത്തിൽ അവിടങ്ങളിലെ സർക്കാർ അക്കൗണ്ടുകളിലേക്കാണ് പണം പോയിട്ടുള്ളത്. ഏജൻസികൾ മുഖേനയാണ് ഇവിടെ ഭൂരിഭാഗം ആളുകളും ബില്ലുകൾ അടയ്ക്കാറുള്ളതെന്ന് പോലീസ് പറയുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് തുക കൈപ്പറ്റിയ ശേഷം ഏജൻസികൾ തട്ടിക്കുന്ന തുക ഉപയോഗിച്ച് ബില്ലുകൾ അടയ്ക്കുന്നതാണ് രീതി. ഗതാഗത നിയമലംഘനത്തിന് പരിവാഹൻ വാട്സാപ്പ് സന്ദേശം അയക്കില്ലെന്നും SMS ആയി മാത്രമേ ഇത് അയക്കാറുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ADGP P. വിജയന്റെ വ്യാജ ഫേസ്ബുക്ക് പേജ് വഴി 50,000 രൂപ തട്ടിയതായി പരാതി. P. വിജയനാണെന്ന് പരിചയപ്പെടുത്തി സൗഹൃദം സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പ്. CRPF ജോലി ചെയ്യുന്ന സുഹൃത്ത് സ്ഥലം മാറി പോവുകയാണെന്നും 1 ലക്ഷം രൂപ വില വരുന്ന ഗാർഹിക ഉപകരണങ്ങൾ 50,000 രൂപയ്ക്ക് നൽകാമെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരം സ്വദേശിയാണ് പരാതിക്കാരൻ. പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും പിന്നീട് ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിലേറെ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച പൊള്ളാച്ചി പീഡന പരമ്പര കേസിൽ 9 പ്രതികൾക്കും മരണം വരെ ജീവപര്യന്തം ശിക്ഷ. കോയമ്പത്തൂർ മഹിളാ കോടതി ജഡ്ജി R. നന്ദിനി ദേവിയാണ് വിധി പറഞ്ഞത്. 6 വർഷത്തിനു ശേഷമാണ് തമിഴകത്തെ ആകെ ഞെട്ടിച്ച പൊള്ളാച്ചി പീഡന കേസിലെ വിധി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ തിരുനാവക്കരശ്, റിഷ്വന്ത്, സതീഷ്, വസന്തകുമാർ, മണിവണ്ണൻ, ഹാരോൺ പോൾ, P. ബാബു, അരുളാനന്ദം, M. അരുൺകുമാർ എന്നിവർക്ക് മരണം വരെ ജീവപര്യന്തമാണ് ശിക്ഷ. ക്രിമിനൽ ഗൂഢാലോചന, ലൈംഗിക പീഡനം, കൂട്ടബലാത്സംഗം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഇരകളായ 8 യുവതികൾക്ക് 85 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു. 2019 പൊള്ളാച്ചിയിൽ ഈ 9 പ്രതികൾ ചേർന്ന് കോളേജ് വിദ്യാർത്ഥിനിയെയും 2 സ്ത്രീകളെയും കൂട്ടബലാത്സംഗം ചെയ്യുകയും അതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തത്. 2016 - 18 പ്രതികൾ പൊള്ളാച്ചിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെ നിരവധി വിദ്യാർത്ഥികളെയും വിവാഹിതരായ യുവതികളെയും ബലാത്സംഗം ചെയ്യുകയും അത് വീഡിയോയിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് സംഭവിച്ച ദുരനുഭവം തുറന്നു പറയാൻ 19-കാരിയായ പെൺകുട്ടി ധൈര്യം കാണിച്ചതോടെയാണ് മനസാക്ഷിയെ ഞെട്ടിച്ച പൊള്ളാച്ചി പീഡനം പുറം ലോകമറിയുന്നത്. തുടർന്ന് കേസിലെ പ്രതികളും പിടിയിലായി. 4 പേർ ഓടുന്ന കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തെന്നും സ്വർണ്ണമാല കവർന്നു എന്നുമാണ് ഈ പെൺകുട്ടിയുടെ പരാതി. പ്രതികളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പരിശോധിച്ചപ്പോൾ നിരവധി പെൺകുട്ടികളുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെത്തിയത് വഴിത്തിരിവായി. പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് CBIക്ക് വിടുകയായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനും AIADMK നേതാക്കളും വിധിയെ സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിരവധി ഒഴിവുകളാണ് സർക്കാർ വകുപ്പുകളിലുള്ളതെന്നും ഇത് നികത്തുന്നില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. IAS, IPS തലപ്പത്ത് വലിയ തലങ്ങളാണുള്ളത്. ഇവർക്ക് മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ കാലവർഷം നേരത്തെ എത്തും. കേരളത്തിൽ മെയ് 27 കാലവർഷം എത്തിച്ചേരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ്, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിച്ചേർന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 22 ഈ മേഖലയിൽ സാധാരണ കാലവർഷം എത്തുന്നത്. കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴ തുടരും. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. CBSE 10-12 പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ 93.66% വിജയം. 24.12 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്. 99.79 വിജയശതമാനത്തോടെ തിരുവനന്തപുരവും വിജയവാഡയുമാണ് മുന്നിൽ. 84.14% നേടിയ ഗുവാഹട്ടി മേഖലയാണ് പിന്നിൽ. പരീക്ഷ എഴുതിയ പെൺകുട്ടികളിൽ 95% പേരും വിജയിച്ചു. ആൺകുട്ടികളുടെ വിജയശതമാനം 92.63 ആണ്. 12ാം ക്ലാസ്സിൽ
88.39% വിജയശതമാനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയശതമാനത്തിൽ 0.41% വർധനവുണ്ട്. വിജയശതമാനത്തിൽ വിജയവാഡയാണ് മുന്നിൽ. 99.39%വുമായി തിരുവനന്തപുരം മേഖല രണ്ടാമതെത്തി. കണ്ണൂർ പാനൂരിൽ പറമ്പിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. 2 ബോംബുകളാണ് കണ്ടെത്തിയത്. പാനൂർ മുളിയാത്തോടാണ് സംഭവം. സ്ഥലമുടമ തൊഴിലാളികളുമായി പറമ്പ് വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് സ്റ്റീൽ ബോംബുകൾ കണ്ടത്. പോലീസ് പരിശോധന നടത്തി. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണത്തിന് കുറവില്ല. ആലപ്പുഴ ചെറുതന പുത്തൻതുരുത്തിയിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കൊല്ലം അലയമണ്ണിലും ആക്രമണമുണ്ടായി. 11 പേരാണ് നായയുടെ ആക്രമണത്തിന് ഇരയായത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആലപ്പുഴ കരുമാടിയിൽ തെരുവുനായയുടെ കടിയേറ്റ 10ാം ക്ലാസ്സുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും വീണ്ടും നായയുടെ ആക്രമണമുണ്ടായി. കുട്ടികൾക്ക് ഉൾപ്പെടെ കടിയേറ്റിട്ടുണ്ട്. പരിക്കേറ്റ 6 പേർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. മനുഷ്യരെ മാത്രമല്ല വളർത്തുമൃഗങ്ങളെയും നായ കടിച്ചിട്ടുണ്ട്. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊല്ലം അലയമണ്ണിൽ 11 പേരെയാണ് തെരുവുനായ കടിച്ചത്. 7 മാസം പ്രായമായ കുഞ്ഞിനും കടിയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂയപ്പള്ളി മൈലോട് ഓടനാവട്ടം കളപ്പില കോട്ടത്തല ഭാഗങ്ങളിലും നായ ആളുകളെ കടിച്ചു. തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നു. തെരുവുനായ്ക്കൾ ആളുകളെ കടിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെ വളരെ മൃഗീയമായ നിലയിലാണ് ഉപദ്രവിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളാണ് പേവിഷബാധയേറ്റ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തടയിട്ടേ മതിയാവുകയുള്ളൂ. പേവിഷബാധയേറ്റ് കുന്നിക്കോട് 7 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമായിരുന്നു. നായകളുടെ ശല്യം കൂടിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലം കുന്നിക്കോട് 7 വയസ്സുകാരി പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രി വീണ ജോർജിന് കത്ത് നൽകും. മരിച്ച നിയ ഫൈസലിന്റെ കുടുംബത്തിന് മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ഈ സംഭവം നടന്നതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയോട് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി എന്നെ നേരിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ കുഞ്ഞിന് പ്രാഥമിക ആരോഗ്യം തരുന്ന വേണ്ട ചികിത്സകളൊക്കെ നൽകിയിരുന്നു. അതിൽ കുടുംബത്തിലെ അംഗങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. മുന്നൂർ ആശുപത്രി ചെന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും കൂടെ പോയ ബന്ധുക്കൾക്കും ഒരു മോശാനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഏപ്രിൽ 8-ാം തീയതി അത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ വകുപ്പ് മന്ത്രിയെ അറിയിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഒരു അന്വേഷണം അടിയന്തരമായി നടത്തിക്കും. ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കും.